അൽക്കന്തറായിലെ വിശുദ്ധ പീറ്റർ 1499 സ്പെയിനിലെ അൽക്കന്തറായിലാണ് പീറ്റർ ജനിക്കുക. കുട്ടിക്കാലത്ത് തന്നെ പരിസരബോധമില്ലാതെ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് ഒന്നാകുന്നൊരു സമയം അവനുണ്ടായിരുന്നു. സലമാങ്ക സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഒരു പോരാളിയാകുവാനായിട്ട് അവൻ ദൃഢനിശ്ചയമെടുത്ത് ഉറപ്പിച്ചിരുന്നു. പക്ഷേ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ അവനെ വഴിതെറ്റിക്കാൻ നോക്കിയപ്പോഴും പ്രാർത്ഥന വഴി പീറ്റർ അതിനെയൊക്കെയും എതിർത്ത് തോൽപ്പിക്കുന്നുണ്ട്. പീറ്ററിൻ്റെ ദൈവവിളിക്ക് കർത്താവ് സ്ഥിരീകരണം നൽകുന്നത് ഇങ്ങനെയാണ്: കടന്നു പോകാനുള്ള അരുവി തോരാത്ത മഴയിൽ കരകവിഞ്ഞൊഴുകുമ്പോൾ നിസ്സഹായനായി പീറ്റർ ദൈവസഹായത്തിന് അക്കരെ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവനറിയാതെ മറുകരയിലേക്ക് ദൈവം അവനെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ 1515 ഫ്രാൻസിസ്കൻ സഭയിൽ പ്രവേശിച്ചുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന അവൻ്റെ ആ കർമ്മം നിർവഹിക്കപ്പെടുന്നു. ഇന്ദ്രിയ നിഗ്രഹം കർശനമായി പാലിച്ചുകൊണ്ട് പരിഹാരാനുഷ്ഠാനങ്ങൾ അവൻ വളരെ കൃത്യമായിട്ടും അനുഷ്ഠിച്ചു പോരുകയും പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടും അവൻ ഐക്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പീറ്ററിൻ്റെ ജീവിതം സഭാധികാരികൾക്ക് എന്നും ഒരു അതിശയം തന്നെയായിരുന്നു. പാപപരിഹാര കർമ്മവും കഠിനമായ തപസ്സിലൂടെയും ജീവിക്കാനുള്ള അനുമതിക്ക് വേണ്ടി അധികാരികളുടെ അടുത്തേക്ക് പീറ്റർ എത്തുന്നുണ്ട്. പീറ്ററിൻ്റെ ഓരോ മിഷൻ പ്രവർത്തനങ്ങൾ കഴിയുമ്പോഴും അതേ സ്ഥലങ്ങളിൽ അവൻ സ്മാരകമായിട്ട് ഒരു കുരിശ് ഉയർത്തും. ആ കുരിശിൽ നോക്കിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ വായുവിലൂടെ ഉയർന്നു നിൽക്കുന്നതൊക്കെയാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ധ്യാനഗുരുവും സഹായിയൊക്കെ ആയിട്ട് പീറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. പ്രൊവിൻഷ്യൽ സ്ഥാനവും മറ്റധികാര സ്ഥാനങ്ങളൊക്കെയും തന്നെ വഹിക്കുമ്പോഴും വിനീതമായി ജോലി ചെയ്യുവാനായിട്ട് ഒരു ഫ്രാൻസിസ്കൻ ജീവിതശൈലിയിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട് പീറ്റർ ശ്രമിക്കുന്നുണ്ട്. 1562 ഒക്ടോബർ 18 പീറ്ററിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് വരുന്നത് അമ്മ ത്രേസ്യ ദർശിച്ചു എന്ന ജീവചരിത്രകാരന്മാർ എഴുതി വയ്ക്കുക. 9-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കുകയും ചെയ്യുന്നുണ്ട്. പീറ്റർ എനിക്കും നിങ്ങൾക്കും ഒരു വലിയ മാതൃക.